പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റേത് കാലഘട്ടത്തെക്കാളും അധികം ദൈവത്തിൻ്റെ വചനത്തിലേക്കും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലേക്കും ദൈവത്തിങ്കിലേക്കും ദൈവസ്നേഹത്തിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം നാം ജീവിക്കുന്ന ഈ ലോകം പാപത്താൽ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ്. ഈ ലോകത്തിൽ തന്നെ നാം ജീവിക്കുമ്പോൾ, ആത്മീയരായി ജീവിക്കുമ്പോൾ, നമ്മുടെ കൈകളിലിരിക്കുന്ന ഈ ദൈവവചനം ഒരു ഗൈഡായി, ഒരു നല്ല മാർഗദർശിയായി നമ്മോട് സംസാരിക്കുകയും നമ്മെ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ പാപത്തിൻ്റെ അഴുക്കുകളിലേക്ക് പോകാതെ നേർവഴിയിൽ നടത്തുവാൻ ഈ വേദപുസ്തകത്തിലെ വചനങ്ങൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ സന്ദേശത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കട്ടെ, അധികം വേദപുസ്തകം വായിക്കുവാനും ഇതിലെ കൽപ്പനകൾ അനുസരിക്കുവാനും ഇതിൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കുവാനും ഇതിൽ നാം കാണുന്ന ജീവനുള്ള സത്യദൈവം ഏകദൈവത്തിങ്കലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാനും ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുവാനും നാം തയ്യാറാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വേദപുസ്തകത്തിൽ തന്നെ നാം നോക്കുമ്പോൾ അനേകർ ഈ ന്യായപ്രമാണ പുസ്തകത്തിലേക്ക് മടങ്ങി വന്ന ചരിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉദാഹരണമായി പുതിയ നിയമത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ, അദ്ദേഹം പൗലോസ് അപ്പോസ്തലനാകുന്നതിന് മുമ്പ് ശൗൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. തന്നൊരു സുവിശേഷ വിരോധിയായിരുന്നു. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു കണ്ടുമുട്ടൽ തൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ, ഒരു എൻകൗണ്ടർ തൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ ഈ യേശുവാണ് സത്യദൈവമെന്ന് തിരിച്ചറിയുകയും ആ യേശുവിങ്കിലേക്ക് മനം തിരിയുകയും യേശുവിന് വേണ്ടി ഏറ്റവും ശക്തമായി താൻ പ്രയോജനപ്പെടുകയും ചെയ്തു. ഇന്ന് പകലിൽ ഏതെങ്കിലുമൊക്കെ സുവിശേഷ വിരോധികൾ വേദപുസ്തകം തെറ്റാണെന്നും ഇങ്ങനെ ഒരു ദൈവമില്ലെന്നുമൊക്കെ വാദിക്കുന്ന നിരവധി ശബ്ദങ്ങൾ നമ്മുടെ കാതുകളിൽ നമ്മുടെ ചുറ്റും കേൾക്കുമ്പോൾ ഓർക്കുക, ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ അവരുടെ ജീവിതത്തെയും മാറ്റുവാൻ ശക്തിയേറിയതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി അവരുടെ ആത്മാവ് രക്ഷിക്കപ്പെടുവാൻ, ഈ സത്യദൈവത്തെ സത്യമായി കണ്ടെത്തുവാൻ ദൈവം അവരെ സഹായിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ട് അല്പസമയം എടുക്കുവാനായിട്ട് കഴിയുമെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് വേദപുസ്തകത്തിൽ, പഴയ നിയമത്തിൽ വേദപുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞ ഒരു വ്യക്തിയെ പറ്റി ഇത് പകലിൽ നാം സംസാരിക്കുവാനായിട്ട് പോവുകയാണ്. 2 രാജാക്കന്മാർ 22-23 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ യോശിയാവ് എന്നുള്ള ഒരു രാജാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹം യഹൂദായുടെ ഒരു രാജാവായിരുന്നു. ഇസ്രായേലിൻ്റെ തന്നെ ഭാഗമായ യെരുശലേമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ 2ആയി വിഭജിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ തെക്കൻ ഭാഗം യഹൂദ എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കുകയുണ്ടായി. ആ യഹൂദയുടെ ഒരു രാജാവായിരുന്നു യോശിയാവ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, തൻ്റെ പിതാവായ ആമോൻ്റെ മരണശേഷം വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹം ഈ രാജകീയ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. നാം ചിന്തിച്ചു വന്നതുപോലെ അദ്ദേഹം എപ്രകാരമാണ് ഈ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞത് എന്ന് വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ 8ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ രാജകീയ പദവിയിലേക്ക് കടന്നു വന്നു. അങ്ങനെ കാലങ്ങൾ ഓടിപ്പോവുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തെ ദൈവം ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവാലയത്തിൻ്റെ, തകർന്നു കിടക്കുന്ന യെരുശലേം ദൈവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുക. അങ്ങനെ ഒരു ഉത്തരവാദിത്വം യോശിയാവിനെ ദൈവം ഏൽപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പണിപ്പെട്ട് ശലോമോൻ രാജാവ് പണിതുയർത്തിയ, ദൈവിക ആലോചന പ്രകാരം പണിതുയർത്തിയ യെരുശലേം ദൈവാലയം പല രാജാക്കന്മാർ മാറി മാറി വരുന്നതിനനുസരിച്ച് പലരും ദൈവത്തിങ്കൽ നിന്ന് അകന്നു പോയവരാകിയാൽ അവർ അവരുടെ ഇഷ്ടത്തിന് പാപപ്രവർത്തികൾക്ക് അധികം ഇൻവോൾവ് ആകത്തക്ക വിധത്തിൽ ഈ ദൈവാലയം ഒരു തടസ്സമായി നിൽക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടെ ഭാഗമായി തകർത്ത് കളഞ്ഞ യെരുശലേം ദൈവാലയം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാൻ ദൈവം യോശിയാവിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ യോശിയാവ് അതിനുള്ള ആൾക്കാരെ കണ്ടെത്തുകയും അറ്റകുറ്റം തീർക്കേണ്ടതിന് അവരെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഭംഗിയായി ആ കാര്യങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ 2 രാജാക്കന്മാർ 22-ാം അധ്യായം അതിൻ്റെ 8ാമത്തെ വചനം, മഹാപുരോഹിതനായ ഹിൽക്കിയാവ് രായസക്കാരനായ ശാഫാനോട്, ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പണ്ടെപ്പോഴോ കൈമോശം വന്നുപോയ ന്യായപ്രമാണ പുസ്തകം, ആരോ മനഃപൂർവ്വമായിരിക്കാം, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, എവിടെയോ കൈമോശം വന്നുപോയ ന്യായപ്രമാണ പുസ്തകം
ജീവിതത്തെ മുന്നിലേക്ക് നയിക്കുവാൻ ശക്തിയുള്ള, പാപം നിറഞ്ഞ ലോകത്തിൽ പാപം ചെയ്യാതെ ഒരു മനുഷ്യനെ ഗൈഡ് ചെയ്യുവാൻ ശക്തിയുള്ള ഈ ന്യായപ്രമാണ പുസ്തകം ഓരോ രാജാക്കന്മാരും സസൂക്ഷ്മം വായിക്കണമെന്നും അതിലെ കൽപ്പനകൾ ആചരിക്കണമെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിവർത്തിക്കണമെന്നും ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണമെന്നുമൊക്കെ ദൈവം ആലോചന കൊടുത്തിട്ടും മനഃപൂർവ്വമായിട്ടോ അറിയാതെയോ കൈമോശം വന്നു പോയ ന്യായപ്രമാണ പുസ്തകം ഇതാ യോശിയാവിൻ്റെ കാലത്ത് തിരികെ പിടിക്കുകയാണ്. ഇത് പകലിൽ നാമും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. നമ്മുടെ പൂർവികന്മാർ ഒരുപക്ഷെ പാപം നിറഞ്ഞ ലോകത്ത് തകർന്നു പോയവരായിരിക്കാം. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളിൽ പലരും ഇന്നും അന്യദൈവങ്ങളെ ആരാധിക്കുകയും ഈ സത്യദൈവത്തെ അറിയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. പലരും നമ്മെ നിന്ദിക്കുന്നുണ്ടാകാം. പക്ഷേ നാം ചെയ്യേണ്ടത്, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം നേർവഴിയിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ വേദപുസ്തകം തുറക്കുവാനായിട്ട് നാം തയ്യാറാകണം. ഈ വേദപുസ്തകം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റപ്പെടണം. തുടർന്നങ്ങോട്ട് പല കാര്യങ്ങൾ യോശിയാവെന്നുള്ള രാജാവ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ മാത്രം വായിക്കട്ടെ. തുടർന്നിതാ ഹിൽക്കിയാവെന്നുള്ള മഹാപുരോഹിതൻ്റെ കരങ്ങളിൽ ഈ കൈമോശം വന്നുപോയ ന്യായപ്രമാണ പുസ്തകം ലഭ്യമാവുകയും ലഭ്യമായ ആ ന്യായപ്രമാണ പുസ്തകം യോശിയാവെന്നുള്ള രാജാവിൻ്റെ അടുക്കലിൽ കടന്നു വന്ന് അത് തുറന്ന് രാജാവിനെ കേൾപ്പിക്കുകയും ചെയ്യുമ്പോൾ രാജാവിൻ്റെ മനോഭാവം ശ്രദ്ധിക്കുക. 11-ാമത്തെ വചനം, രാജാവ് ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറി. വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ ഒരു മനസ്താപത്തിലേക്ക് രാജാവ് കടന്നുപോയി എന്ന് അർത്ഥം വരികയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മാനസാന്തരം രാജാവിനുണ്ടാവുകയാണ്. യോശിയാവിന് മനസ്സിലായി, യോശിയാവെന്നുള്ള രാജാവിന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ദേശം നശിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും തകർച്ചയിലൂടെ ദേശം കടന്നു പോകുന്നത്. ന്യായപ്രമാണ പുസ്തകത്തിലെ കൽപ്പനകൾ അനുസരിക്കാതിരുന്നത് കൊണ്ട്, ദൈവത്തെ തട്ടിമാറ്റിക്കളഞ്ഞതുകൊണ്ട്, ദൈവത്തെ ദൂരേക്ക് വലിച്ചെറിഞ്ഞതുകൊണ്ട്, ദൈവത്തെ മാറ്റി നിർത്തിയത് കൊണ്ട് ഈ ദേശം ഇതാ ദൈവ കോപത്തിനിരയായിരിക്കുന്നു എന്ന് യോശിയ രാജാവിന് മനസ്സിലാവുകയാണ്. തുടർന്ന് 23-ാമത്തെ അധ്യായത്തിൻ്റെ 1, 2, 3 വചനങ്ങൾ നാം വായിക്കുമ്പോൾ രാജാവ് തുടർന്ന് ഇനി എന്തൊക്കെയാണ് ചെയ്യുവാനായിട്ട് കഴിയുക എന്ന് ചിന്തിക്കുകയും അവിടെയുള്ള മൂപ്പന്മാരെയും പ്രധാനികളെയും ഒക്കെ ദൈവാലയത്തിൽ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. അതിൻ്റെ 23-ന്റെ 3-ാമത്തെ വചനം, രാജാവ് തൂണിനരികെ നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. യോശിയാവെന്നുള്ള രാജാവ്, യഹൂദയുടെ ഭരണം ഏറ്റെടുത്തിരിക്കുന്ന രാജാവ് താൻ വ്യക്തിപരമായ ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാനിതാ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടെ പൂർണ്ണ ശക്തിയോടുകൂടെ ചെയ്യുവാനായിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ഭാഗം, ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു. രാജാവിൻ്റെ ഒരു തീരുമാനം, ആ രാജ്യത്തിൻ്റെ ശ്രേഷ്ഠ പദവിയിലിരിക്കുന്ന രാജാവ് ഒരു തീരുമാനമെടുത്തപ്പോൾ, ഞാൻ ദൈവത്തെ അനുസരിക്കുമെന്നും ഞാൻ ഈ ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നടക്കുമെന്ന് തീരുമാനമെടുത്തപ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം ആ രാജാവിനോടൊപ്പം യോജിക്കുകയാണ്. ഒരുപക്ഷെ നാം എടുക്കുന്ന തീരുമാനങ്ങൾ പലരെയും സ്വാധീനിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നൊക്കെ ഒരുപക്ഷെ പലരും പറഞ്ഞ് നാം കേട്ടിട്ടുണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എപ്പോഴും ഒഴുക്കുള്ള വെള്ളത്തിനെതിരായിട്ട് നീന്തണമെന്നാണ്. ലോകം ഒരുപക്ഷെ പാപത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാപത്തിന് വിരോധമായി ഓടുവാൻ നാം എടുക്കുന്ന സ്റ്റെപ്പുകൾ പലരെയും സ്വാധീനിക്കുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക. അത് തന്നെയാണ് സംഭവിച്ചത്. യോശിയാവ് രാജാവ് താൻ വ്യക്തിപരമായ ഒരു തീരുമാനമെടുത്തപ്പോൾ, ഒരു കൽപ്പന താൻ മുമ്പിലേക്ക് വെച്ചപ്പോൾ ജനങ്ങളെല്ലാവരും ആ രാജാവിനോടൊപ്പം യോജിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് ഒരു വലിയ ശുദ്ധീകരണം ആ ദേശത്തിൽ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേഗത്തിൽ ഓടിപ്പോയി 23-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗം ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. അനന്തരം രാജാവ് സകല ജനത്തോടും ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പിനെന്ന് കൽപ്പിച്ചു. ഇസ്രയേലിന് ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രയേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. യോശിയ രാജാവിൻ്റെ 18-ാം ആണ്ടിൽ യെരുശലേമിൽ യഹോവയ്ക്ക് ഈ പെസഹ ആചരിച്ചു.
ന്യായാധിപന്മാരുടെ കാലത്ത് നിന്നുപോയ പെസഹ എന്നുള്ള ഒരു ആചാരം ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുക്കുമ്പോൾ ഇത് ആചരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും പലരും അത് ആചരിക്കാതിരുന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 400 വർഷങ്ങൾക്കിപ്പുറം യോശിയാവ് എന്നുള്ള രാജാവ് വീണ്ടും ഈ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ തയ്യാറായതുകൊണ്ട് അതിൻ്റെ ഭാഗമായി, അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിൻ്റെ ഭാഗമായി പൂർണ്ണ തോതിൽ, പൂർണ്ണ അളവിൽ വേദപുസ്തകത്തിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പെസഹ ആചരിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. തൻ്റെ പിതാവായ ആമോൻ്റെ പിതാവായ മനശ്ശെയുമൊക്കെ തള്ളി മാറ്റിക്കളഞ്ഞ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, ഈ രാജ്യത്തെ മുഴുവനും ഇതാ യോശിയാവ് രാജാവ് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. യോശിയാവ് രാജാവിനെ പറ്റി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. 25-ാമത്തെ വചനത്തിൽ 2 രാജാക്കന്മാർ 23:25 അവനെപ്പോലെ, അതായത് യോശിയാവ് രാജാവിനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല, പിമ്പൊരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്ന യോശിയാവ് എന്നുള്ള രാജാവ് ന്യായപ്രമാണത്തിലെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുവാൻ താൻ തീരുമാനമെടുക്കുക മാത്രമല്ല, തൻ്റെ അധികാരത്തിന് കീഴിലുള്ള സകല ജനങ്ങളെയും, ആ ദേശത്തെ മുഴുവനും ഒരുമിച്ച് ഈ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാൻ ദൈവത്താൽ നിയുക്തനായ യോശിയാവ് രാജാവ്. ഇന്ന് പകലിൽ ഇതേ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിക്കുകയാണ്. നാം പാർക്കുന്ന ദേശത്തിൽ, നമ്മുടെ സ്വന്തം ഭവനത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നാം പണിയെടുക്കുന്ന, നാം ജോലി ചെയ്യുന്ന ഓഫീസിനകത്തൊക്കെ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ, ഈ വേദപുസ്തകത്തിലെ കൽപ്പനകൾ ഭക്ഷിച്ച്, ഈ വേദപുസ്തകത്തിലെ കൽപ്പനകൾ അനുസരിച്ച്, ഈ വേദപുസ്തകത്തിലെ കൽപ്പനകൾ അനുസരിക്കുവാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കത്തക്ക വിധത്തിൽ ഒരു ജീവിത നിലവാരത്തിലേക്ക് ഉയരുവാൻ ദൈവം നമുക്ക് ആഹ്വാനം തരികയാണ്. ബാക്ക് ടു ബൈബിളിലേക്ക്, വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ ദൈവം ഒരു ആഹ്വാനം ഇന്ന് പകലിൽ തരികയാണ്. ഈ വചനത്തെ നമ്മുടെ മാർവോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയട്ടെ. എത്രയോ ഭക്തന്മാർ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഏകദേശം 40-45 വർഷമൊക്കെ ചെലവിട്ടുകൊണ്ട് ഈ വേദപുസ്തകം നമ്മുടെ ഭാഷകളിൽ എഴുതപ്പെട്ടതായി നമ്മുടെ കരങ്ങളിൽ ലഭ്യമായിരിക്കുമ്പോൾ പലപ്പോഴും നാം ഇതിനെ മാറ്റിവെക്കുമ്പോൾ, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എടുക്കുന്ന ഒരു പുസ്തകമായി ഇത് മാറ്റപ്പെടുമ്പോൾ, അങ്ങനെയല്ല. യോശിയാവ് ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിന് സമൂലമായൊരു വ്യത്യാസം വരുത്തുന്ന ഈ വേദപുസ്തകത്തിലെ വചനങ്ങൾ അധികം വായിക്കുവാൻ, അധികം ഗ്രഹിക്കുവാൻ, അധികം കാണാപ്പാഠം തന്നെ പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വേദപുസ്തകത്തിലേക്ക് തിരിച്ചു വരാം. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ തീരുമാനം ഇതാ, മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടെ സ്വാധീനിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം അതിനായി നമ്മെ ധാരാളമായി സഹായിക്കുകയും വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.